ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏകാധിപതി ബംഗ്ലാദേശിലെ ഏകാധിപതിയായ ഷെയ്ഖ് ഹസീനയുടെ ഈ ദുരന്താവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ ഏകാധിപതികൾക്കും വരാനുള്ള ഒരു ഇന്നല്ലെങ്കിൽ നാളെ അവരെ പിടികൂടുന്ന ഏറ്റവും വലിയ ഭീകരമായ ഒരു അവസ്ഥ അവർക്കൊക്കെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പെട്ടെന്ന് തന്നെ ഷെയ്ഖ് ഹസീനയുടെ രാജ്യം വിട്ടതോടുകൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഷെയ്ഖ് ഹസീനയുടെ സ്വന്തക്കാരായി മാറുന്നത് എങ്ങനെയാണ്? ഹസീന സ്വാഭാവികമായിട്ടും അവർ ഒരു വിദേശിയാണ്. മാത്രമല്ല ഷെയ്ഖ് ഹസീന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അഥവാ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ലീഡറാണ്. പിന്നെ എങ്ങനെയാണ് ഒരു വർഗീയവാദിയായി ഒരു പ്രധാനമന്ത്രിക്ക് ഈ ഷെയ്ഖ് ഹസീനയോട് ഇത്രയേറെ കമ്പമുള്ളത്, ഇത്രയേറെ സഹതാപമുണ്ടാകുന്നത്, സ്നേഹമുണ്ടാകുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഈ ധ്രുവരാത്രിയൊക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇവനും ഈ ഷെയ്ഖ് ഹസീനയും തമ്മിൽ എന്ത് ബന്ധമാണ് യഥാർത്ഥത്തിൽ? സ്വാഭാവികമായിട്ടും അവർക്കിടയിലുള്ള യോജിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഏകാധിപത്യത്തിൽ ഒറ്റക്കെട്ടാണെന്ന് മാത്രമുള്ളൂ. തീർച്ചയായിട്ടും മോഡിയെ ഭയപ്പെടുത്തുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തനിക്കും ഈ അവസ്ഥ വന്നുകൂടാ എന്നില്ല. തീർച്ചയായിട്ടും എത്ര ഉരുക്കുമുഷ്ടി കൊണ്ട് ഉപയോഗപ്പെടുത്തിയാലും ഇതിനൊക്കെ ഒരു 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 എന്താ പറയുക ഒരു പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പം അതാണ് ഷെയ്ഖ് ഹസീന 2009 മുതൽ ആ ബംഗ്ലാദേശ് ജനാധിപത്യത്തെ കൊല ചെയ്ത ഒരു ഏകാധിപതിയായിരുന്നു ഷെയ്ഖ് ഹസീന. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം തുടക്കം മുതലേ നിർവഹിച്ചു വന്നു. അങ്ങനെ ഇപ്പോൾ 5ാം തവണയും സ്വാഭാവികമായിട്ട് മത്സരിച്ചപ്പോൾ അഞ്ചാം തവണ മത്സരിച്ചപ്പോൾ പ്രതിപക്ഷ കക്ഷികളെ മത്സരിക്കാൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ തികച്ചും ഏകാധിപതിയായിട്ട് ഭരിക്കാൻ തുടങ്ങി. മാത്രമല്ല പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളെ മുഴുവനും ജയിലിലിട്ടു. ഇപ്പോൾ കാലിദാസിയെ ഒക്കെ ഒരു കാരണവും കൂടാതെ ഇന്ദിരയെ ഓർമ്മിപ്പിക്കുമാറ് തികഞ്ഞ ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ നിലവിലില്ലെങ്കിലും അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയിൽ ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീന ചെയ്തു വന്നിരുന്നത്. ഒരു ഏകാധിപതി എങ്ങനെ ആവാമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീന. സ്വന്തക്കാരായ 56% ആളുകൾക്ക് സ്വന്തം കുടുംബത്തിൻ്റെ പേരിലും സ്വന്തം ആളുകളുടെ പേരിലും തൊഴിൽ അഥവാ റിസർവേഷൻ 56% എന്താ പറയുക 56% റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ സന്തോഷിക്കും. എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് മാത്രം ആണ് ഈ സേവനം മുഴുവനും. അതിൻ്റെ പേര് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പറയാണ്, പേരിന് വെറുതെ പറയാണ്. എന്താ, തൻ്റെ പിതാവിൻ്റെ കുടുംബങ്ങളായ ആളുകളാണ് ശരിക്ക്. ആ കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുക, അത് തന്നെ, വേറെ ആർക്കും ഇല്ല. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ യുവജനം ഒക്കെ ശക്തിമത്തായിട്ട് ഇളകി. തൊഴിലില്ലായ്മയാണ് പ്രധാനമായ ശക്തിമത്ത്. അതോടൊപ്പം തന്നെ നാണയപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ആ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുന്നു. ആ നേരത്താണ് തുടരെ ഏകാധിപതിയായി കൂടുതൽ ചോരയിൽ മുക്കിക്കൊന്നുകൊണ്ട് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ യുവാക്കളും ഈ വിദ്യാർത്ഥികളും സംയുക്തമായി ഏറ്റുമുട്ടിയിട്ടുള്ള ഇതിൽ ഈ സ്ത്രീ ഓടിപ്പോയി. പക്ഷേ ഇപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ഏകാധിപതികൾക്കും സംഭവിക്കുന്ന ഒരു പരിണിത ഫലം അഥവാ ഒരു അന്ത്യം തന്നെയാണ് ഈ സ്ത്രീക്കുണ്ടായത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ വന്ന് ഇവിടുന്ന് UK പോകാനുള്ള തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്കുണ്ടായിരുന്നത്, പദ്ധതികൾ. പക്ഷേ ആ പദ്ധതി പൊളിഞ്ഞു. ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട അഥവാ ഒരിക്കലും UK ഞങ്ങൾ കടത്തുകയില്ല, UK വിസ അനുവദിക്കുകയില്ല എന്നാണ് UK പ്രതിനിധികൾ അഥവാ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണ് ഹസീന ചെയ്യേണ്ടത്? ഇന്ത്യയിൽ തന്നെ തങ്ങുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു വിദേശ രാജ്യങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ വിവരം കിട്ടുന്നത്. ഷെയ്ഖ് ഹസീന ഈ വയോധികയെ അവിടെ സ്വീകരിച്ച് ഒരു എന്താ വെറുതെ ഒരു ഭാരം തലയിൽ ഏറ്റി വെച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ എതിർപ്പിനും വെറുപ്പിനും കാരണമാകേണ്ട. മാത്രമല്ല ഇനി ഈ സ്ത്രീ ചോര പറ്റി, എന്തിനാ ഇനി ഈ സ്ത്രീയെ പറ്റിയ എന്ന നിലക്ക് തന്നെ സ്വന്തം രാജ്യത്തെ ആളുകൾ തന്നെ സ്വന്തം രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിച്ചു. നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ സ്വന്തം രാജ്യം തന്നെ ആ സ്ത്രീയെ അംഗീകരിക്കുകയും അവിടെ തന്നെ പ്രതിഷ്ഠ നേടുകയും ചെയ്യുമായിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ അച്ഛൻ്റെ ആ പ്രതിമ പോലും ഇതുവരെ ആരും തച്ചുടച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവളുടെ അച്ഛൻ്റെ പ്രതിമ പോലും
തച്ചുടച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാരണം ഈ ഒരു സ്ത്രീ കാരണമാണ്. ആ മകൾ കാരണമാണ് തൻ്റെ അച്ഛൻ്റെ പ്രതിഷ്ഠകൾ പോലും ആ രാജ്യത്ത് നിന്ന് അടിച്ചിടക്കപ്പെട്ടത്. ഇതുവരെയും അവിടുത്തെ പ്രതിഷ്ഠകൾക്കും പ്രതിമകൾക്കും ഒന്നും തന്നെ യാതൊരു പോറലും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓരോ എന്താ പറയുക, 40 ദിവസം കട്ടാൽ 41ൻ്റെ അന്ന് പൊളിയും. അല്ലെങ്കിൽ ഭാരം തൂങ്ങിയാൽ അതാണ് ശരിക്കും കറക്റ്റ്. ഒരു കിലോ തൂക്കുമ്പോൾ 900, 950, 900 എന്താ പറയുക 90, ആ 990 വെച്ച് പിന്നെ 10 ഗ്രാമിൻ്റെ കൂടെ കട്ടി വെച്ചാൽ സ്വാഭാവികമായിട്ടും തൂങ്ങും. അതുപോലെയാണ് ഇപ്പോൾ ഈ സ്ത്രീ വെച്ച് ചെയ്തിട്ടുള്ള പാപഫലങ്ങൾ. 900, 950, 960 ഇങ്ങനെ വന്നു. ഇപ്പോൾ ഭാരം ഒത്തപ്പോൾ ആ സ്ത്രീക്ക് അത് തൂങ്ങി, സ്ത്രീ രാജ്യം വിട്ടു. ഇനി ഇപ്പോൾ ഏറ്റവും തുല്യതയില്ലാത്ത രീതിയിലുള്ള ഒരു പരിണിത ഫലമാണ്. ഇന്ത്യയിൽ എത്ര കാലമാണ് ആ സ്ത്രീയെ സംരക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയുക? മാത്രമല്ല ഇന്ത്യയിലൊന്നും അങ്ങനത്തെ ഒരു സംരക്ഷിച്ചു കൊടുക്കാനുള്ള ഒരു വഴിയും ഇന്ത്യയിലില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ അതിഥിയായിട്ടൊന്നും ആ സ്ത്രീക്ക് കഴിഞ്ഞുകൂടാൻ പറ്റില്ല. മാത്രമല്ല അങ്ങനെ കഴിയുമ്പോൾ ആ സ്ത്രീയുടെ കുടുംബത്തെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമായിട്ടും എന്ത് തന്നെ ഇപ്പോൾ മുസ്ലിങ്ങളെ മുഴുവൻ ആട്ടി പുറത്താക്കാൻ വേണ്ടി തന്ത്രമെടുക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. ആദ്യം ഈ പറയുന്ന ഷെയ്ഖ് ഹസീന പേരിന് മുസ്ലിം തന്നെയാണ്. ആ മുസ്ലിമിന് വേണ്ടി പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു പൗരത്വം നൽകാനൊന്നും എടുക്കുന്ന തീരുമാനങ്ങളൊന്നും അംഗീകരിക്കപ്പെടാതെ പോരും. മാത്രമല്ല ആ സ്ത്രീയുടെ കുടുംബത്തിന് അതും മുസ്ലിങ്ങൾ തന്നെയാണ്. അവർക്കും ഈ ഭേദഗതി ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളെ മുഴുവനും ആട്ടി പുറത്താക്കി മറ്റുള്ള എല്ലാവർക്കും പൗരത്വം നൽകി രാജ്യത്ത് കുടിയിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഏകാധിപതിയായ മുസ്ലിം നാമധാരികളെയും നാമധാരണികളെയും സ്വാഭാവികമായിട്ടും രാജ്യത്ത് പൗരത്വം നൽകി സ്വീകരിക്കാൻ ആ നടത്തം തീർച്ചയായിട്ടും കൂടുതൽ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനും അതോടൊപ്പം തന്നെ ഈ ഭരണകക്ഷിയുടെ എതിർപ്പിനും കാരണമാകും. അത് ഇതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഒരു ഏകാധിപതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വിട്ടുവീഴ്ച മോദി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ രാജ്യത്തിന് ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാട് ഉണ്ടാവാൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ UK അവിടുത്തെ വാതിലുകൾ അടച്ചു കഴിഞ്ഞു അതായിട്ടാണ് വിവരം. അതോടൊപ്പം തന്നെ ഒരു രാജ്യവും ആ സ്ത്രീയെ സ്വീകരിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും അവൾ ചെയ്ത കർമ്മഫലങ്ങൾ അവൾ അനുഭവിച്ച് തീർക്കുക തന്നെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഏകാധിപതികൾക്കും ഉള്ള വ്യക്തമായിട്ടുള്ള എന്താ പറയുക ആത്യന്തിക ഫലം അഥവാ പരിണിത ഫലം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ഷെയ്ഖ് ഹസീനയുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.